+1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റതായി പരാതി. പതാരം ശാന്തിനികേതനം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികളെ നോക്കിയെന്നാരോപിച്ചായിരുന്നു +2 വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ ശാസ്താംകോട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ശൂരനാട് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം കൈകഴുകാൻ പോയ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ ബലമായി ബാത്റൂമിലേക്ക് പിടിച്ചു കയറ്റുകയായിരുന്നു. ബാത്റൂമിനുള്ളിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. മറ്റു കുട്ടികൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത് മർദ്ദനം നടത്തിയ വിദ്യാർത്ഥികൾ തടയുകയും ചെയ്തതായിട്ടാണ് പരാതി. സ്കൂളിൽ നിന്ന് വിളിച്ചത് തട്ടി മറിഞ്ഞ് വീണെന്നും പറഞ്ഞു. അപ്പം ചെന്നപ്പം അവര് പേരൻസിനെയൊക്കെ വിളിച്ചപ്പോഴാണ് പറഞ്ഞു ഇങ്ങനെ ബാത്റൂമിൽ കൊണ്ടിട്ട് ഇടിച്ചെന്ന്. അത് കാരണം തിരക്കിയപ്പോൾ ഒന്ന് നോക്കിയതാ കാരണം എന്നാ പറയുന്നത്. +2 പിള്ളേരെല്ലാം അവിടെ വളഞ്ഞു നിന്നിട്ട് ബാത്റൂമിൽ കൊണ്ടിട്ട് ഇടിച്ച്. അടുത്ത് കൂടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവരെ ആരും അങ്ങോട്ട് കയറ്റി വിട്ടിട്ടില്ല. നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തൊക്കെ ഇത് ഇത്രയും ഭീകരമായ രീതിയിൽ കുട്ടികളുടെ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ അതിനെതിരെ മറ്റേ നിയമപരമായ രീതിയിൽ നിയമപാലകർ വേണ്ട നടപടിയൊക്കെ സ്വീകരിക്കണം. അത് അന്വേഷിച്ച് കൃത്യമായിട്ട് ഇനി മേലിൽ ഒരു ഇങ്ങനെ സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണം. അത് ഉണ്ടായേ പറ്റത്തുള്ളൂ. കാരണം സാധാരണക്കാരായ കുട്ടികളെയൊക്കെ പഠിക്കാനാണ് വിടുന്നത്. അവര് ഇങ്ങനെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഈ പയ്യനാണെങ്കിൽ ഈ പയ്യന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പയ്യനാണ്. യാതൊരുവിധ ദുശീലങ്ങളും ഇല്ല, മറ്റുള്ള യാതൊരുവിധ കൂട്ടുകെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു ചിന്തയെ മാത്രം പോകുന്ന പയ്യനെ ഇങ്ങനെ ഉപദ്രവിക്കാന്ന് വെച്ചാൽ കൊണ്ട് അത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണം. മുഖത്ത് തുടർച്ചയായി അടിയേറ്റ വിദ്യാർത്ഥിയുടെ കണ്ണിന് മുകളിലായി പരിക്കേൽക്കുകയും മൂക്കിലൂടെ രക്തം വരികയും ചെയ്തു. രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ സ്കൂൾ അധികൃതർ തന്നെ രക്ഷിതാക്കളെ വിളിച്ചുവരുത്തിയാണ് അറിയിച്ചത്. എന്നാൽ സ്കൂളിൽ വെച്ച് മറിഞ്ഞു വീണ പരിക്കേറ്റു എന്നായിരുന്നു രക്ഷിതാക്കളോട് ആദ്യം അറിയിച്ചതെന്നാണ് പറയുന്നത്. സ്കൂളിലെത്തിയ രക്ഷിതാക്കളോട് സംഭവം കേസാക്കരുതെന്നും കുട്ടിയുടെ ചികിത്സാ ചെലവും മറ്റ് നഷ്ടപരിഹാരങ്ങളും മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ വഹിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചതായും രക്ഷിതാക്കൾ പറയുന്നു. എന്നാൽ മകന് നേരെയുണ്ടായ ആക്രമണം ഒരു ഒത്തുതീർപ്പിനും വഴങ്ങില്ല എന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.